വാടനംകുറിശ്ശിയിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പിനൊരുങ്ങി. പ്രദേശത്തെ കർഷകയായ സൈനബയാണ് 1.5 ഏക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി നടപ്പിലാക്കിയത്. നല്ല രീതിയിൽ വിളവെടുത്തിട്ടുണ്ടെന്നും ബുധനാഴ്ച രാവിലെ വിളവെടുപ്പ് ഉദ്ഘാടനം നടക്കുമെന്നും കർഷക പറഞ്ഞു. പൂക്കളില്ലാതെ എന്ത് ഓണാഘോഷം? അതിമനോഹരമായി വിരിഞ്ഞു നിൽക്കുന്നു ചെണ്ടുമല്ലി കൃഷിയിടത്തിലെ ഈ കാണുന്ന പൂക്കൾ. വാടാകുറിശ്ശി സ്വദേശിയും കർഷകയുമായ സൈനബയുടെ നേതൃത്വത്തിൽ വിളവെടുപ്പിനൊരുങ്ങിയ ചെണ്ടുമല്ലി കൃഷിത്തോട്ടത്തിലെ പൂക്കൾ ഇനി പൂവിപണിയിലേക്കെത്തും. 19-ന് ബുധനാഴ്ച രാവിലെയാണ് വിളവെടുപ്പ് നടക്കുക. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ വിളവെടുപ്പുത്സവം ഉദ്ഘാടനം ചെയ്യും. ഓണാഘോഷത്തോടനുബന്ധിച്ച് വാടാകുറിശ്ശി ഭൂതത്തൻകാവ് സമീപത്തെ 1.5 ഏക്കർ സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി സൈനബ നടപ്പിലാക്കിയത്. ഏകദേശം 3 മാസത്തിനുള്ളിൽ വലിയ പൂന്തോട്ടമായി. 2 നിറങ്ങളിലുള്ള ചെണ്ടുമല്ലികളാണ് കൃഷിയിടത്തിൽ വിരിഞ്ഞു നിൽക്കുന്നത്. നല്ല രീതിയിൽ വിളവെടുത്തെന്നും ബുധനാഴ്ച വിളവെടുപ്പുത്സവം നടക്കുമെന്നും സൈനബ പറഞ്ഞു. ഞങ്ങൾ വാടാകുറിശ്ശിയിൽ മേച്ചിത്തറ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ കൃഷി ചെയ്യുന്നത്. ഭൂതത്തൻകാവിൻ്റെ അടുത്തായിട്ട് അതിൽ 1.5 ഏക്കറിൽ ചെണ്ടുമല്ലി കൃഷിയാണ് ചെയ്തത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ വിളവ് ഉണ്ടായിട്ടുണ്ട്. ബുധനാഴ്ച 19-ാം തീയതിയാണ് അതിൻ്റെ വിളവെടുപ്പ്. അഗ്രോ ജയൽജിയുടെ കുടുംബശ്രീയുടെ കീഴിലാണ് തുടങ്ങിയത്. അത് കിസാൻ സർവീസ് സൊസൈറ്റിയും കൂടി അങ്ങനൊരു സംഘടനയുടെ ഭാഗമായിട്ടും കൂടി ഞങ്ങളത് തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട്. അടുത്ത ഇതിലും കൂടുതലായിട്ട് ചെണ്ടുമല്ലി കൃഷി കൂടുതലായിട്ട് വളർപ്പ് മുഴുവൻ വ്യാപിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് നടക്കുന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീക്ക് കീഴിലുള്ള അഗ്രോ ജയന്തി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ സഹകരണത്തോടു കൂടിയാണ് ഇത്തരമൊരു ചെണ്ടുമല്ലി കൃഷി നടപ്പിലാക്കിയത്. 9 വർഷമായി സൈനബ നെൽകൃഷിയും നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതാദ്യമായാണ് ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ഇറങ്ങിയത്. ഇതോടൊപ്പം പച്ചക്കറി കൃഷിയും നടപ്പിലാക്കിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.